ഇന്നലെ ഇറാന് കൃത്യമായി മനസ്സിലായി ഇസ്രായേലിന്റെ ആക്രമണം എങ്ങനെയായിരിക്കുമെന്ന്. കാരണം മുക്കിലും മൂലയിലും ഇന്നലെ ഈ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. നാം അത് മാധ്യമ സ്ഥാപനങ്ങളിൽ വരെ ആക്രമണം നടക്കുന്നത് കണ്ടിരുന്നല്ലോ. ഉവ്വ്. മാധ്യമ സ്ഥാപനങ്ങളിൽ, അതായത് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ, ആ, ഏഹ്, ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന അവരുടെ ഈ ഔദ്യോഗിക ടി വി, അതിൻ്റെ ആസ്ഥാനത്ത് മിസൈൽ ആക്രമണം നടക്കുന്നത് നേരിട്ട് കാണാൻ ലോകത്ത് ഉള്ള എല്ലാവർക്കും സാധിക്കും. അവിടെ ഒരു മാധ്യമ പ്രവർത്തക അവിടെ ഇരുന്ന് ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവർ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് ചിത്രീകരിച്ച് ലൈവ് സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, നേരിട്ട് സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇടി വെട്ടുന്നത് പോലൊരു ശബ്ദം കേട്ടത്. സംഭവം ഒരു മിസൈൽ, ഇസ്രായേലിൻ്റെ മിസൈൽ പതിച്ചതാണ്. ഈ മാധ്യമപ്രവർത്തക അവരിരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന ദൃശ്യം, പേടിച്ച് ഓടുന്ന ദൃശ്യം, അതുവരെ പുലിയെപ്പോലെ ചീറിക്കൊണ്ടിരുന്ന ആ വനിതാ മാധ്യമപ്രവർത്തക പേടിച്ചുരണ്ട് അവിടുന്ന് എണീറ്റ് ഓടുന്ന ദൃശ്യം കണ്ടു. ഒരല്പസമയത്തിന് ശേഷം അവർ ലൈവ് പുനരാരംഭിച്ചുവെങ്കിലും അവരുടെ ഈ ആസ്ഥാനം, ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ആസ്ഥാനം നിന്ന് കത്തുന്ന കാഴ്ച പിന്നീട് പുറത്തു വന്നു. വലിയ രീതിയിൽ അതിന് നാശം നേരിട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം 5-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ സംഭവിച്ചത്, നേരത്തെ രാത്രികളിലാണ് ഇരുപക്ഷവും ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ അത് പകലും ആക്രമണം നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ടെഹ്റാനിൽ നിന്ന്, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ, സാധാരണ പൗരന്മാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു. ഞങ്ങൾ കൃത്യമായിട്ടും ഇത് ആക്രമിക്കും, 24 മണിക്കൂറത്തെ സമയമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം എന്ന ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അത് ഈ ഇറാനിലെ പൗരന്മാർക്ക് അത് മനസ്സിലാകുകയും വലിയ തോതിൽ ഈ ടെഹ്റാനിൽ നിന്ന് പലായനം ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നെതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ, ഇറാൻ്റെ നേതാവ്, പരമോന്നത നേതാവായ ഖമേനിയെ തീർത്താൽ മാത്രമേ സമാധാനം തിരിച്ചു വരികയുള്ളൂ എന്നൊരു പ്രസ്താവനയും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതെ, നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ അയത്തുള്ള ഖമനേയിയെ അവസാനിപ്പിക്കണം, അയത്തുള്ള ഖമനേയിയെ വധിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അവർ വളരെ നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഈ ഇറാൻ്റെ അവിടെ ഒരു മതഭരണകൂടമാണ് ഇറാനിൽ ഉള്ളത്. അതിൻ്റെ ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് അവരുടെ പരമോന്നത ആത്മീയ നേതാവ് ആയ അയത്തുള്ള അലി ഖമനേയിയാണ്. ഈ ഖമനേയിയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, അദ്ദേഹവും കുടുംബവും ഈ ടെഹ്റാനിൽ നിന്ന് മാറുകയും പിന്നെ വടക്ക് കിഴക്കൻ ടെഹ്റാനിലേക്ക്, അതായത് ടെഹ്റാനിലെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക്, ആ നഗരത്തിൻ്റെ അതിർത്തിയായ വടക്ക് കിഴക്കൻ അതിർത്തിയിലെ ഒരു ഭൂഗർഭ അറയിലേക്ക് സകുടുംബം അദ്ദേഹം മാറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ഈ കുടുംബത്തോടൊപ്പം ഉണ്ട്. ഇസ്രയേലിൻ്റെ ആക്രമണം ഏത് നിമിഷവും അദ്ദേഹത്തിന് നേരെ ഉണ്ടാകാം, ഒരു ചാവേറാക്രമണം പോലെയുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിക്കാം എന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തെയും കുടുംബത്തെയും ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ മിസൈൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടതാണ്, ബങ്കറിൽ ഒളിച്ച ഹനിയയെ എങ്ങനെയാണ് ഇസ്രായേൽ വധിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് ഡ്രോൺ ബങ്കറിനുള്ളിലേക്ക് കടന്നു ചെന്ന് ഹനിയയെ വധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബങ്കറിൽ ഒളിച്ചാൽ പോലും ഇസ്രായേലിൻ്റെ പിടിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ കണ്ണുകളെ വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഖമനേയിയെ സംബന്ധിച്ച് അവിടുത്തെ ഈ ഇറാൻ്റെ ചാരസംഘടന ഉൾപ്പെടെയുള്ളവർ ഏത് നിമിഷവും ഖമനേയിക്ക് നേരെ ആക്രമണം നടക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ ചാരസംഘടനയുടെ മേധാവി, ഇറാൻ്റെ ചാരസംഘടനയുടെ മേധാവി മുഹമ്മദ് ഖാസിം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹം മാത്രമല്ല, അതിൻ്റെ ഉപമേധാവിയും കൊല്ലപ്പെട്ടിരുന്നു. രണ്ടുപേരെയും വധിച്ചതായിട്ട് ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നു. ആ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് തന്നെ വളരെ കൃത്യമായിട്ടും ഒരു 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 വ്യക്തമായ സന്ദേശം നൽകുകയാണ്. എന്താണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്.
കനത്ത നാശം ഇറാന് നേരിട്ട് കഴിഞ്ഞു. ഇറാനിലെ പ്രധാനപ്പെട്ട ഈ ടെഹ്റാൻ കൂടാതെ പ്രധാനപ്പെട്ട നഗരങ്ങളെയെല്ലാം ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. പല പല ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം, ഇറാൻ്റെ വ്യോമ മേഖല ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഇനി ഞങ്ങൾ അറിയാതെ അവിടെ ഒന്നും സംഭവിക്കില്ല. അവിടെ ഒരു ഈച്ചയെങ്കിലും പറക്കണമെങ്കിൽ അത് ഇസ്രായേൽ അറിയണം, ഇസ്രായേൽ അറിഞ്ഞു മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് അവർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറയുന്നത് പോലെ മിസൈൽ കേന്ദ്രങ്ങൾ നേരത്തെ ആക്രമിച്ചു, ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ചാർട്ട് തയ്യാറാക്കി വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അവർ വളരെ ആസൂത്രിതമായിട്ട് ആരെയൊക്കെ എപ്പോഴൊക്കെ ഇറാൻ്റെ ഏതൊക്കെ ശക്തി ദുർഗങ്ങളെ ആക്രമിച്ച് കീഴടക്കണം എന്നുള്ളത് ഇസ്രായേലിന് വളരെ കൃത്യമായ മുൻധാരണയുണ്ട്. അതനുസരിച്ച് വളരെ ആസൂത്രിതമായിട്ട് തന്നെ അവർ പോകുന്നു, വധിക്കേണ്ടവരെ വധിക്കുന്നു. ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദ്യം വലിയ വീരവാദമൊക്കെ മുഴക്കിയ ഇറാൻ ഇപ്പോൾ സൗദിയോടും ഖത്തറിനോടും ഒക്കെ ആവശ്യപ്പെടുകയാണ്, വെടിനിർത്തലിന് തയ്യാറാണ്, അതിന് ഇസ്രായേലിനെ നിർബന്ധിക്കണം, ഇസ്രായേലിന് സമ്മർദ്ദം ചെലുത്തണം, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇറാൻ മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ട് രാജ്യാന്തര മാധ്യമങ്ങൾ, ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സത്യം തന്നെയായിരിക്കും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെ സാങ്കേതിക മികവിന് മുന്നിൽ, യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം. എന്നിട്ടും ഈ ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? മതപരമായ ഒരു എന്താ പറയുക, മതത്തിൻ്റെ ചട്ടക്കൂടിൽ മതം ഭരണഘടനയാക്കി, മതഗ്രന്ഥങ്ങൾ ഭരണഘടനയാക്കി, മതനിയമങ്ങൾ ഭരണഘടനയാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ്. വലിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ടാകുന്നു. ഗൾഫ് രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ സൗഹൃദ രാജ്യങ്ങളുമായെല്ലാം അതിനെക്കുറിച്ച് സംസാരിച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇന്നലത്തെ ആക്രമണത്തോടു കൂടി തന്നെ വലിയ രീതിയിൽ ഇറാൻ തകർന്നിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗദിയെയും ഖത്തറിനെയൊക്കെ, സൗദിയും ഇറാനും തമ്മിൽ നല്ല ബന്ധമല്ല, രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ അറബ് മേഖലയിലെ അല്ലെങ്കിൽ ഈ മധ്യേഷ്യയിലെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം നിർത്താൻ ഇടപെടണം, ഇല്ലെങ്കിൽ അത് വലിയ നാശങ്ങളിലേക്ക് പോകും എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ടാണ് ഇറാൻ സൗദിക്ക് മേലും ഖത്തറിന് മേലും ഒക്കെ ഈ സമ്മർദ്ദം ചെലുത്തുന്നത്. സൗദിയും ഖത്തറുമൊക്കെ രംഗത്ത് വന്ന് അമേരിക്കയോടും മറ്റും വലിയ സമ്മർദ്ദം ചെലുത്തിയാൽ ഒരു പക്ഷേ ഇസ്രായേൽ പിൻവാങ്ങിയേക്കും എന്നാണ് ഇറാൻ കരുതുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയല്ല ആര് പറഞ്ഞാലും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റാതെ പിന്നോട്ട് പോകില്ല. ഈ ഖമനേയിയാണ് അവർ ലക്ഷ്യം വച്ചിരിക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. ഖമനേയിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹവും കുടുംബവും ബങ്കറിലേക്ക് മാറേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന അപകടം എന്താണ് എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ വെടിനിർത്തലിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. വെടിനിർത്തലോ യുദ്ധം അവസാനിപ്പിക്കലോ സംഘർഷം ഇല്ലാതാക്കലോ ഒന്നും അവരുടെ അജണ്ടയിലേ ഇല്ല. അവരുടെ അജണ്ട വളരെ കൃത്യമായിട്ട് ഇറാനെ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യണം, ഇറാൻ്റെ ആരെയൊക്കെ വധിക്കണം, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. നേരത്തെ തന്നെ നെതന്യാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇറാനിലെ ഈ മതഭരണകൂടത്തെ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചോടിക്കും, അവരെ ഇല്ലായ്മ ചെയ്യും, എന്നിട്ട് ഇറാനിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും തിരികെ കൊണ്ടുവരും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനത്തോടു കൂടി പ്രഖ്യാപിച്ചതാണ്. എന്നിട്ട് ഇറാൻ ജനതയോടും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ശത്രുതയുമില്ല, മറിച്ച് നിങ്ങളോട് ഞങ്ങൾക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഭരണകൂടം ഈ ഇത്രയും നെറികെട്ട ഒരു ഭരണകൂടമാണ്, ആ ഭരണകൂടത്തെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് ഉറക്കെ പറഞ്ഞത്. ഇപ്പോൾ അത് ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.